നമസ്കാരം. ചുണ്ടിലേറ്റ ചെറിയൊരു മുറിവ് തുന്നിക്കെട്ടാൻ ആശുപത്രിയിൽ എത്തിച്ച 2 വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ മരണത്തോട് പൊരുതുന്നു. പയ്യന്നൂർ എരമം സ്വദേശികളായ ദമ്പതികളുടെ പിഞ്ചു കുഞ്ഞിനാണ് ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം ഈ ദുരവസ്ഥ ഉണ്ടായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തെ തുടർന്ന് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ കടുത്ത ജനരോഷമാണ് ഉയരുന്നത്. കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ ചുണ്ടിലെ ഒരു ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വൻ ദുരന്തമായിരുന്നു. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിന് തൊട്ടു പിന്നാലെ കുട്ടി അബോധാവസ്ഥയിലാവുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയും പിഴവുമാണ് തങ്ങളുടെ കുഞ്ഞിനെ അവസ്ഥയിലാക്കിയതെന്ന് മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി ആരോപിക്കുന്നു. ഒരു ചെറിയ മുറിവ് മാറ്റാൻ കൊണ്ടുവന്നതാ ഞങ്ങളുടെ മകനെ. അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ മോൻ കണ്ണു തുറന്നിട്ടില്ല എന്ന് വിതുമ്പലോടെയാണ് അമ്മ പറയുന്നത്. അതേസമയം തങ്ങൾക്കെതിരെ ഉയർന്ന ചികിത്സാ പിഴവ് ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ രംഗത്തെത്തി. സർജറിക്കായി അനസ്തേഷ്യ നൽകിയ സമയത്ത് കുട്ടിക്ക് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ഥിതി വഷളായതിനെ തുടർന്ന് കുട്ടിയെ ഉടനടി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പരമാവധി ചികിത്സകൾ നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വാദം. ഒരു ചെറിയ മുറിവിന്റെ വേദന മാറ്റാൻ വന്ന ഒടുവിൽ വെന്റിലേറ്ററിൽ കാവലിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ ആർക്കും സാധിക്കില്ല. ആശുപത്രിക്ക് വീഴ്ച പറ്റിയതോ അപ്രതീക്ഷിതമായ മെഡിക്കൽ പ്രതിസന്ധിയാണോ ഉണ്ടായതെന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെങ്കിലും ആ കുരുന്ന് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് കളിച്ചിരികളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവൻ.